ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു നെയിം ബോർഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി നെയിം ബോർഡാണ്, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കിയേക്കുന്നത് ത്രെഡ് വെച്ചിട്ടാണ്, നമ്മുടെ പേപ്പറിലാണ് ഉണ്ടാക്കിയത്, ക്ലോത്തിലൊന്നല്ല. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പേപ്പറിൽ ചെയ്ത് നോക്കിയതാണ്. സംഭവം സക്സസ് ആണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതിൽ ഫ്ലവറായിട്ട് യൂസ് ചെയ്ത് സ്പൈഡർ ഫ്ലവർ ആണ് കേട്ടോ. സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. കാരണം പേപ്പർ ആയതുകൊണ്ടും പിന്നെ നമ്മൾ ക്ലോത്ത് ചെയ്യുമ്പോൾ തന്നെ നല്ലോണം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം ഒന്ന് വലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഫ്ലവർ മൊത്തമായിട്ട് കൊളാവും. അപ്പോൾ പേപ്പറിൽ ചെയ്യുമ്പോഴും അതേപോലെ തന്നെയാണ്, നല്ലോണം ശ്രദ്ധിക്കണം. കാരണം പേപ്പറാകുമ്പോൾ നമ്മൾ അധികം വലിച്ചു കഴിഞ്ഞാൽ പേപ്പർ കീറിപ്പോവില്ലേ, ക്ലോത്ത് പോലെയല്ലല്ലോ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഫ്ലവർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ. സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഒരു റൗണ്ട് വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ 5 ലൈൻസ് ഇട്ട് കൊടുക്കുക. അറിയാലോ, കാണുമ്പോൾ മനസ്സിലാവണില്ലേ, റൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു 5 ലൈൻസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് എന്താ പറയുക, കാല് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. ആ കാലിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പിന്നെ ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള ഇതിങ്ങനെ ലെയർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി അതിൻ്റെ സെൻറ്ററിൽ കൂടിയിട്ട് സൂചി എടുക്കുക. എന്നിട്ട് ഒന്നിടവിട്ട് മുകളിലും താഴെയായിട്ടാണ് എടുക്കേണ്ടത്. അതായത് ഇപ്പം ഞാൻ 4ലാണ് കുത്തി പൊന്തിച്ചതെങ്കിൽ 5ൻ്റെ മുകളിൽ കൂടെയും 1ൻ്റെ അടിയിൽ കൂടെയാണ് സൂചി കൊണ്ടുവരുന്നത്. പിന്നെ വരുന്നത് 2ൻ്റെ മുകളിൽ കൂടിയും 3ൻ്റെ അടിയിൽ കൂടെയും, പിന്നെ വരുന്നത് 4ൻ്റെ മുകളിൽ കൂടെയും 5ൻ്റെ അടിയിൽ കൂടിയും, അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ സംഭവം സക്സസ് ആയിരിക്കും. ഫ്ലവർ നല്ല അടിപൊളി ഫ്ലവർ കിട്ടും. പിന്നെ ഓവർ വലിഞ്ഞു പോരുത്, പ്രത്യേകം പറയാണ്. ഭയങ്കരമായിട്ട് വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. കാരണം ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് സൂചി വെച്ചിട്ട് ഇങ്ങനെ പൊന്തിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ കാണാൻ. ശ്രദ്ധിക്കണം, മെയിനായിട്ട് വേണ്ട കാര്യം ശ്രദ്ധയാണ്. ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കേട്ടോ. സിമ്പിളാണ് പരിപാടി, പക്ഷെ നന്നായിട്ട് ശ്രദ്ധിക്കണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫുള്ള് കാണിച്ചിട്ടില്ല കേട്ടോ. ഫുള്ള് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലൂവും പിങ്കും പിന്നെ ഒരു ബ്രൗൺ കളറുള്ള ത്രെഡാണ് കേട്ടോ എടുത്തത്. എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് എടുത്തത്. പക്ഷെ കുറച്ചും കൂടി കളർഫുൾ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ ത്രെഡ്, അതുകൊണ്ടാണ് അത് എടുക്കേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാത്തിലും കുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹോൾസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് കുത്തി പൊന്തിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. കാരണം തുണി ആവുമ്പോൾ നമുക്ക് അടിഭാഗം കാണും അല്ലേ. ഇതാകുമ്പം കുറച്ചുകൂടി കട്ടിയുള്ള പേപ്പറും കൂടിയാണ്, അപ്പോൾ അത് കാണൂല. അടിയിൽ നിന്ന് മുകളിലേക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ കുത്തിപ്പോകുമോ ലൈൻസ് ഒന്ന് മാറിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ ഈ ഒരു ചെറിയ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ അമ്മ ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ട് ഫ്രഞ്ച് നോട്ട് ഇടണ്ടായിരുന്നു എന്ന് വിചാരിച്ച് പോയി. കാരണം ഫ്രഞ്ച് നോട്ട് ഞാൻ കുത്തി താഴ്ത്തുമ്പോഴേക്ക് മൊത്തമായിട്ട് കീറി പോകുന്നുണ്ടായിരുന്നു പേപ്പർ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു, പക്ഷേ ചില ഭാഗങ്ങളിൽ എന്താ പറയുക, നല്ലോണം കീറി വന്നിട്ടുണ്ട് കേട്ടോ തുണി. പേപ്പർ തുണി ചെയ്തപ്പോൾ തുണി തന്നെയാണ് വരുന്നത്. അപ്പം കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഫ്രഞ്ച് നോട്ട് മൊത്തം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലീഫ് പോലെ, ലീഫല്ല, കാല് പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അതിൽ വന്നിട്ട് ബാക്ക് സ്റ്റിച്ചാണ്. ഞാൻ ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ഇട്ടു, കുഞ്ഞു കാലിനൊക്കെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടു. പിന്നെ വലിയതിനൊക്കെ ബാക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഫസ്റ്റ് ഈ ഒരു ലൈൻസിന് മൊത്തമായിട്ട് ഞാൻ ബാക്ക് സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ ഇട്ടത്. അതിന് ശേഷം ഞാൻ ചെയ്ത ബാക്കി 3 ഭാഗത്തും ബാക്ക് സ്റ്റിച്ചല്ല ഇട്ടത്, റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് ഇട്ടത്. എനിക്ക് കുറച്ചും കൂടി വൃത്തി തോന്നിയത് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടപ്പോഴാണ്. അതായത് നീട്ടി അങ്ങോട്ട് കുത്തി കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. അതാണ് കുറച്ചും കൂടി എളുപ്പവും പിന്നെ വൃത്തിയും കാണാൻ അതാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിട്ട് കൊടുത്തത്. അപ്പം ഞാനിതൊരു എനിക്ക് തോന്നുന്നു 3-4 ദിവസം എടുത്തിട്ടാണ് ഇത് ചെയ്തത്. കാരണം ഇത് തന്നെ ചെയ്തിരിക്കുമ്പോൾ ഭയങ്കര ബോറടി പോലെ തോന്നി. പേപ്പറിലും കൂടി അതിനെക്കൊണ്ട് ഭയങ്കര സ്ലോ ആണ്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അതിൽ സ്ലോ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ടൈം എടുത്ത് അതിനിടയിൽ വേറെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നെയിമിലും ഈ ത്രെഡ് കൊണ്ട് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അത് സക്സസ് ആവില്ല എന്ന് കൺഫേം ആയപ്പോൾ പെയിൻറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. പെയിൻറ്റ് അടിക്കാൻ നിന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ ബ്രഷ് ഒന്നുമില്ല ഗൈസ്. ബ്രഷൊക്കെ പോയിട്ടുണ്ട്. ഞാൻ വാങ്ങാൻ പോയിട്ടുണ്ട്. അനിയത്തി വാങ്ങാൻ പോയ സമയത്ത് ഞാൻ പൈസ ഒക്കെ കൊടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ പറഞ്ഞു സാധനം കിട്ടിയില്ല ചേച്ചിന്ന്. അങ്ങനെ ഇതേ ഞാൻ ഉള്ള ബ്രഷ് വെച്ചിട്ടാണ്. ബ്രഷിൻ്റെ അവിടെയും ഇവിടെയൊക്കെ പൊന്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, ത്രെഡൊക്കെ നല്ലോണം വൃത്തികേടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ. അപ്പം അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്യുമ്പം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ കളറാവുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ അത് മാറ്റി കളർ ചെയ്യുന്നത് പിന്നെ സ്കെച്ച് പെന്നുകൊണ്ട് മാർക്കർ കൊണ്ട് ചെയ്തപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം
എന്താ പറയുക, വീഡിയോ എടുക്കുന്നതിനെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്, വേറൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പം എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നതെന്നായിരിക്കും അല്ലേ. എൻ്റെ കാര്യമല്ലേ, എനിക്ക് വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലല്ലേ എല്ലാവരും കാണുള്ളൂ, വാച്ച് വോയിസ് കൂടുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രെയിമിലിടണം, കട്ട് ചെയ്യണം. ആദ്യം ഇതിൻ്റെ ചുറ്റും ഞാനൊന്ന് ചെറുതായിട്ട് ലൈൻസ് വെച്ച് കൊടുത്ത്, ഞാൻ റെഡ് കൊടുക്കണമെന്നായിരുന്നു വിചാരിച്ചത്, ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതേ ഞാൻ കളർ എടുത്ത് വെച്ച സമയത്ത് മോള് ഭയങ്കര ഡിസ്റ്റർബ് ആക്കുന്നുണ്ടായിരുന്നു. അവളുടെ മേലൊക്കെ ആക്കി, എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ ചെയ്ത പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ മാർക്കറും പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അവൾ മൊത്തം സമ്മതിക്കൂല ചെയ്യാൻ, ഇങ്ങനെ പിറകെ നടന്ന് ശല്യം ചെയ്യും ഗൈസ്. അതുകൊണ്ട് ഞാൻ അവളെ കയ്യിലങ്ങോട്ട് കൊടുത്തു. പിന്നെ ഇത് ഞാൻ കട്ട് ചെയ്തു, ഒക്കെ വരച്ച് കഴിഞ്ഞു കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയുണ്ട് എന്നൊന്ന് പറയണേ. അപ്പോൾ ഇതാണ് ലുക്ക്. എങ്ങനെയുണ്ട് കാണാൻ? നല്ല ഭംഗിയില്ല, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാൻ. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഇതിലുണ്ടെങ്കിലും എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.